BSc Malayalam TV connecting Malayalis across Canada, streaming 24/7. Welcome back to Face of the Week second episode. ഇന്ന് പ്രവീൺ വർക്കിയോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇന്നത്തെ സത്യം പറഞ്ഞ ഈ ഒരു സെൽഫിഷ് വേൾഡിൽ പ്രവീണിനെ പോലെയുള്ള ആൾക്കാർ ഒത്തിരി നമ്മൾക്ക് ആവശ്യമുണ്ട് അല്ലേ. ഒരുപാട് പ്രവീണിനെ പോലെയുള്ള ആൾക്കാർ ഇതിലേക്ക് കടന്നു വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരുപാട് വിഭാഗം ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷേ സത്യം ഹാറ്റ്സ് ഓഫ് ടു യു ഫോർ ഡൂയിങ് ഓൾ ദിസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ പ്രവീണിൻ്റെ ബയോ നോക്കിയപ്പോഴത്തേക്കിൽ എൻ്റെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്, HIV AIDS അഫക്റ്റഡ് ഫാമിലീസിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. സോ ഹൗ ഡിഡ് ദാറ്റ് എക്സ്പീരിയൻസ് ചേഞ്ച് യു ആസ് എ പേഴ്സൺ? ആൻഡ് ഐ നോ ഇറ്റ്സ് നോട്ട് ഈസി ടു ഡീൽ വിത്ത് ദോസ് കൈൻഡ് ഓഫ് പീപ്പിൾ, റൈറ്റ്? ബിക്കോസ് ദെയർ മെൻ്റൽ stability, everything is like so different from the normal ones. Please share that experience with us. അതിൽ ഞാൻ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, ജ്ഞാനഭാരതി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലാണ് ഞാൻ സോഷ്യൽ വർക്ക് പഠിച്ചത്, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. അന്നേരം ആ കാലഘട്ടത്തിൽ 2004 ഞാൻ പഠനം തുടങ്ങി, 2006 ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ആ സമയത്ത് HIV AIDS ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. അന്നേരം നമ്പറുകൾ വളരെ ഹൈ ആണ്. അന്നേരം ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും HIV കെയർ ആൻഡ് സപ്പോർട്ടിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അന്നേരം യൂണിവേഴ്സിറ്റി കാലഘട്ടത്തിൽ എൻ്റെ റിസർച്ച് പ്രൊജക്റ്റ് HIV എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു. അത് നല്ല രീതിയിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിനെ ബേസ് ചെയ്തിട്ട് HIV ഫീൽഡിലാണ് എനിക്ക് ആദ്യത്തെ ജോലി കിട്ടുന്നത്. അന്നേരം കർണാടക നെറ്റ്വർക്ക് ഫോർ പോസിറ്റീവ് പീപ്പിൾ. ഞാൻ കേരളത്തിൽ കുറച്ച് നാളെ ജോലി ചെയ്തിട്ടുള്ളൂ. കേരളത്തിൽ ഞാൻ സോഷ്യൽ വർക്കോട് ബന്ധപ്പെട്ട് ജോലി ചെയ്തിട്ടില്ല. ഞാൻ ആദ്യത്തെ ജോലി കിട്ടുന്നത്, ഞാൻ കോഴ്സ് കഴിഞ്ഞ് 2006 പാസ് ഔട്ടായി രണ്ടാമത്തെ മാസം എനിക്ക് ജോലി കിട്ടുന്നത് കർണാടക നെറ്റ്വർക്ക് ഫോർ പോസിറ്റീവ് പീപ്പിൾ എന്നിട്ടുള്ള KNP+ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഒരു HIV സപ്പോർട്ട് ചെയ്യുന്ന, HIV ബാധിച്ചിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിൽ തുടങ്ങിയതും അതിൽ ജോലി ചെയ്യുന്നതും എല്ലാ ആൾക്കാരും തന്നെ HIV ഇൻഫെക്റ്റഡ് ആൻഡ് അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള വ്യക്തി ഹസ്ബൻഡ് ആൻഡ് വൈഫും HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അന്നേരം അവിടെയാണ് ആദ്യത്തെ ജോലി കിട്ടുന്നത്. അന്നേരം ഞാൻ എൻ്റെ റിസർച്ച് HIV ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ട് അതിലെനിക്ക് നല്ല ഇൻസൈറ്റ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൽ ജോലി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമ്മളെ സെൽഫ് കെയർ ചെയ്യാൻ പറ്റുന്നതൊക്കെയുള്ള നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അന്നേരം ആ കാലഘട്ടത്തിലെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. അന്നേരം ഇവരെ കണ്ടാൽ പേടിയാണ്. ഇവരെ ആ ഒരു ഇപ്പോൾ ഒരു വില്ലേജിൽ ഒരു HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുക. ഇപ്പം പബ്ലിക് വെള്ളമുണ്ട്, അവിടുന്ന് വെള്ളം എടുക്കില്ല, സ്കൂളിൽ കയറ്റില്ല, ഫുഡ് കൊടുക്കില്ല, അങ്ങനത്തെ ജോലി കൊടുക്കില്ല, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. അന്നേരം ആ ഒരു സാഹചര്യത്തിലാണ് ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ നമ്മൾ റോൾ മോഡലാവുകയാണ്. അന്നേരം നമ്മൾ പറയുകയാണ്, ഇതങ്ങനെ പകരുന്ന ഒരു അസുഖമല്ല. അന്നേരം അതിൻ്റെ എങ്ങനെയാണ് പകരുന്നത് എന്നുള്ള എഡ്യൂക്കേഷൻസ്, സപ്പോർട്ട് ഗ്രൂപ്പുകൾ, കൗൺസിലിങ്ങുകൾ, അത് കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കേണ്ട സർവീസുകൾ. കാരണം അവരെ സമൂഹം മാറ്റി നിർത്തുമ്പം അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അന്നേരം ആ ഒരു സമൂഹത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞാനൊരു സോഷ്യൽ വർക്ക് സർവീസ് തുടങ്ങുന്നത്. അന്നേരം കർണാടകത്തിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ജോലിയായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട്, സർവീസ് ഇൻ്റർവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അന്നേരം ആ കർണാടക പ്രൊവിൻസിലുള്ള ഒരു വലിയ ഒരു സമൂഹത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അന്നേരം അത് ആ കർണാടക നെറ്റ്വർക്ക് ഫോർ പോസിറ്റീവ് പീപ്പിൾ എന്നുള്ള ഒരു പ്രസ്ഥാനം കൊണ്ടുവന്ന ആ ഒരു ചേഞ്ചസ് കമ്മ്യൂണിറ്റി അക്സെപ്റ്റൻസിലേക്കും, അതായത് ഈ ഒരു HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേരൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മദറോ ഫാദറോ കുട്ടിയോ ആയിക്കോട്ടെ, അവരെ സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ഇൻ്റർവെൻഷൻസോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടെത്തിക്കാനായി. അന്നേരം ആ ഒരു വലിയ ഒരു സപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാനായി. അന്നേരം അതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ആ മേഖലകളിൽ കുറച്ചധികം വർഷം ഞാൻ ജോലി ചെയ്തു. അതിനുശേഷമാണ് കാനഡയ്ക്ക് വരുന്നത്. അന്നേരം അതൊരു വലിയ ഒരു ഐ ഓപ്പൺ ആയിരുന്നു. ഈ വൾണറബിൾ ആയിട്ടുള്ള ഒരു സമൂഹത്തെ സപ്പോർട്ട് ചെയ്യുക, അവരിൽ ഒരാളായിട്ട് ജീവിക്കുക. അതേസമയത്ത് നമ്മുടെ സെൽഫ് കെയർ, അതായത് നമ്മൾക്കും ഇൻഫെക്ഷൻ വരാതെ നോക്കണം. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ, അതൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്തു. പക്ഷേ എങ്കിലും
നമ്മളും റോൾ മോഡലായിട്ടുണ്ട്, നമ്മളും എക്സാമ്പിളായിട്ടുണ്ട്. അവരുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്, അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അവരുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, അവരുടെ കൂടെ റൂം ഷെയർ ചെയ്തിട്ടുണ്ട്. അന്നേരം നമ്മളും ഒരു റോൾ മോഡലായി മാറി. അന്നേരം അത് കമ്മ്യൂണിറ്റിയിൽ വളരെയധികം അക്സെപ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. അന്നേരം നമ്മൾ മുന്നിൽ നിൽക്കുവാണ്. അന്നേരം നമ്മൾ പറയുകയാണ്, നമ്മൾ ഇവരുടെ കൂട്ടത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അന്നേരം നിങ്ങളവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് അവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കും. അന്നേരം അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അന്നേരം അവിടെ നിന്നാണ് എൻ്റെ സോഷ്യൽ വർക്ക് കരിയർ തുടങ്ങുന്നത്. Looking for your next ride? At James Auto Group, we've got over 1,000 plus cars in stock. Brand new and quality pre-owned vehicles for every budget. Choose from Oakville Mitsubishi, Stratford Nissan, Stratford Kia, Mississauga Chrysler, the London Used Car Superstore, and the Mississauga Used Car Superstore. Your dream car is waiting. SUVs, sedans, trucks, and sports cars. Whatever you're after, James Auto Group brings you the selection, value, and service you can trust. Why wait? Drive your dream today with James Auto Group, where your journey begins. Visit us online at jamesauto.ca. അത് വളരെ ശരിയാണ്. ഇപ്പോൾ പ്രവീൺ പറഞ്ഞപ്പോഴാണ് HIV അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എന്നും ലോകം ട്രീറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണല്ലേ. ഈവൻ ലൈഫ് ഇൻഷുറൻസിൽ പോലും ഒരു HIV ബാധിതനായ ഒരാളെ റൈറ്റ് അവേ അവർ ഡിക്ലൈൻ ചെയ്യും. ഒരു ലൈഫ് ഇൻഷുറൻസ് പോലും അവർക്ക് കൊടുക്കില്ല. എന്തോ ഇതൊരു വലിയ മാരകമായിട്ടുള്ള ഒരു അസുഖമായിട്ടാണ് മനുഷ്യരിതിനെ കാണുന്നത്. പക്ഷേ ആ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ വർക്ക് കരിയർ സ്റ്റാർട്ടിങ്ങിൽ ഇതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയതിലൊരു അതിശയമില്ല. കാരണം ആരും അധികം ടച്ച് ചെയ്യാത്തൊരു ഫീൽഡാണ് HIV AIDS റിലേറ്റഡ് കാറ്റഗറിയിൽ. അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് കടക്കാം. പ്രവീണിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പം എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് മെസ്സേജ് വുഡ് യു ഗിവ് ന്യൂ കമേഴ്സ് വാച്ചിങ് ദിസ് ഷോ ടുഡേ ഹു വാണ്ട്സ് ടു ബിക്കം എ സോഷ്യൽ വർക്കർ? അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ഒത്തിരിയധികം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഈ സോഷ്യൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അന്നേരം ഞാൻ എൻ്റെ ഒരു അറിവിൽ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് സോഷ്യൽ സർവീസ് വർക്കറായിട്ടും അല്ലെ ജെറണ്ടോളജിയൊക്കെ പഠിക്കാനായിട്ട് നാട്ടിൽ നിന്ന് +2 കഴിഞ്ഞിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അന്നേരം എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട്, അതായത് സോഷ്യൽ സർവീസിലോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കിലോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം എടുത്ത ശേഷം വരാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്കോ അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കോ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ട്. കൂടാതെ അതിൻ്റെയൊക്കെ സാലറിയും അതിൻ്റെ ബാക്കി എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. അന്നേരം സോഷ്യൽ സർവീസ് എടുക്കാൻ വേണ്ടിയിട്ട് കാനഡയിലേക്ക് വരുന്ന ഒരു ഡിപ്ലോമ കോഴ്സാണ്. അന്നേരം 2 വർഷത്തെ കോഴ്സാണ്. ഇവിടുത്തെ ഉള്ള എല്ലാ കോളേജുകളിലും കമ്മ്യൂണിറ്റി കോളേജുകളിലും ആ ഒരു കോഴ്സ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതൊരു ബേസിക് കോഴ്സാണ്. അന്നേരം അത് സോഷ്യൽ സർവീസ് വർക്കർ എന്നുള്ള ഒരു ഡിപ്ലോമ അച്ചീവ് ചെയ്യാൻ പറ്റും. RSSW, രജിസ്റ്റേർഡ് സോഷ്യൽ സർവീസ് വർക്കർ. അന്നേരം അത് സോഷ്യൽ വർക്കറുമായിട്ട് വളരെ ഡിഫറൻസ് ഉണ്ട്. അന്നേരം ആ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബേസിക്കായിട്ട് ഇപ്പം എന്താ പറയേണ്ട ഒരു കമ്മ്യൂണിറ്റി സെറ്റിങ്സിലുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റൽ ഏജൻസികളുണ്ട്, ഗ്രൂപ്പ് ഹോംസ്, അല്ലെങ്കിൽ അഡിക്ഷൻ മെൻ്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ ഇപ്പം ഫുഡ് ബാങ്കുകൾ, അല്ലെങ്കിൽ ഷെൽട്ടറുകൾ, അങ്ങനത്തെ ഒത്തിരിയധികം മേഖലകളിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ സാലറി വളരെ കുറവാണ്, റെക്കഗ്നീഷൻ വളരെ കുറവാണ്, പ്രൊഫഷണൽ ഗ്രോത്തും ഇല്ല. അന്നേരം നാട്ടിൽ നിന്ന് ഉപരിപഠനത്തിനായിട്ട് വരുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ മാതാപിതാക്കൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു സിനാരിയോ എന്നുള്ളത്, ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം എടുത്ത ശേഷം കാനഡ പോലെയുള്ള കൺട്രികളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒത്തിരിയധികം കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഇല്ലാതെ വരുന്ന വ്യക്തികൾക്ക് ഒരു ഡിപ്ലോമ കോഴ്സിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അന്നേരം ഞാനെപ്പോഴും പറയുന്നത്, നാട്ടിൽ നിന്ന് മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ സോഷ്യൽ വർക്കോ ഒക്കെ കഴിഞ്ഞ് വരുന്ന വ്യക്തികൾ ഇവിടെ ഒരു PG ഡിപ്ലോമ കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോഴത്തേനും അവർക്ക് ആ ഒരു ഫീൽഡിലേക്കുള്ള എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ, പെർമനൻറ്റ് റെസിഡൻസി ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഫുൾ ലൈസൻസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഫുൾ ലൈസൻസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്ത് കരിയറിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അവർക്ക്
അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് ഒന്നിലധികം ജോലി ചെയ്യേണ്ട സിനാരിയോ ആണ് ഇപ്പം നിലവിലുള്ളത്. അന്നേരം അതിന് പകരം നാട്ടിൽ നിന്ന് വരുന്ന വ്യക്തികൾ സോഷ്യൽ വർക്കിൽ അല്ലെങ്കിൽ ആ ഒരു മേഖലകളിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ ബാച്ചുലർ ഓഫ് സോഷ്യൽ വർക്ക് കോഴ്സ് എക്സ്പെൻസീവാണ്, അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് അഡ്മിഷൻ. അന്നേരം അത് നാട്ടിൽ നിന്ന് എടുത്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ താരതമ്യേന ചിലവ് കുറവാണ്. അതേ സമയത്ത് ആ മാസ്റ്റേഴ്സ് സോഷ്യൽ വർക്ക് എടുത്തിട്ട് വരുന്ന വ്യക്തികൾക്ക് ഇവിടെ PG ഡിപ്ലോമ കോഴ്സുകൾ, നല്ല കോഴ്സുകൾ അവൈലബിൾ ഉണ്ട്. അതെടുക്കാം, അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അന്നേരം എപ്പോഴും ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം നിങ്ങൾ ഉപരിപഠനത്തിനായിട്ട് വരിക. അന്നേരം അതായിരിക്കും ഇവിടെ ഒരു പ്രൊഫഷൻ ബിൽഡ് ചെയ്യാനും ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എൻജോയ് ചെയ്യാനും പ്രൊഫഷണൽ ഗ്രോത്തിന് ഏറ്റവും നല്ലത്. അത് വളരെ ശരിയാണ്. ഇപ്പോഴും നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ ഒന്ന് കാനഡയിലോ ഓസ്ട്രേലിയയിലോ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഡിഗ്രി എടുക്കണമെന്നുള്ള രീതിയിൽ എത്ര പൈസ മുടക്കാനും പിള്ളേർ തയ്യാറാണല്ലേ. പക്ഷേ ഇതേപോലെ ശരിയാ പ്രവീൺ പറഞ്ഞതുപോലെ നിങ്ങൾ ഡിഗ്രി മാസ്റ്റേഴ്സ് എല്ലാം എടുത്തിട്ട് ഇവിടെ വന്നൊരു ഡിപ്ലോമ ചെയ്യുവാണെങ്കിൽ അത്രയും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് 10 years from now, how would you like people to remember Praveen Varki as? അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ഇപ്പം അതിന് ആൻസർ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഒരു വിഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രീം ഷെയർ ചെയ്യാനായിട്ടാണ് എനിക്ക് താല്പര്യം. ഞാനിവിടെ കാനഡയിൽ വന്നിട്ട് 15 കൊല്ലമായി. അന്നേരം കഴിഞ്ഞ 10 കൊല്ലവും നമ്മൾ ജോലി ചെയ്തു. അതുകൂടാതെ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്തു. ഒണ്ടാരി ഹീറോസിൻ്റെ പ്ലാറ്റ്ഫോമിലും അല്ലാതെ ബാക്കിയുള്ള പല പ്ലാറ്റ്ഫോമുകളിലും നമ്മളെ കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന വോളണ്ടിയറായിട്ടും പ്രൊഫഷണലിയും ഒക്കെ നമ്മൾ ചെയ്തു. അന്നേരം സ്റ്റിൽ 60 വർഷമായിട്ടുള്ള നമ്മുടെ ഒരു മലയാളി സമൂഹത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ഇതുവരെ കളക്റ്റീവായിട്ട് വന്നിട്ടില്ല. വിത്തിൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് യൂണിറ്റി ഇല്ല, നമുക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല. അന്നേരം എൻ്റെ വിഷൻ എന്നുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഡ്രീം എന്നുള്ളത് സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ഉന്നമനം നമ്മുടെ സമൂഹത്തിന്, അതായത് സോഷ്യോ എക്കണോമിക്കൽ പൊളിറ്റിക്കൽ എംപവർമെൻറ്റ്. ഒണ്ടാരി ഹീറോസ് എന്നുള്ള പ്ലാറ്റ്ഫോം കമ്മ്യൂണിറ്റി സർവീസിനും അതേപോലെ തന്നെ ഇൻറ്റിഗ്രേഷനും വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ്. ദാറ്റ് വിൽ കണ്ടിന്യൂ. പക്ഷേ ആസ് എ കമ്മ്യൂണിറ്റി എത്രത്തോളം ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്? അസോസിയേഷൻസ് ഉണ്ട്, നമുക്ക് പള്ളികളുണ്ട്, അല്ലെങ്കിൽ പ്രൊഫഷണൽ അസോസിയേഷൻസ്, ഓർഗനൈസേഷൻസ് ഒത്തിരിയുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് സാമ്പത്തിക ഉന്നമനം കൊണ്ടുവരാനോ അല്ലെങ്കിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നമുക്കൊരു നല്ല ലീഡർഷിപ്പോ അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷനോ കൊണ്ടുവരാനായിട്ട് ഈ 60 കൊല്ലത്തിനിടയ്ക്ക് നമുക്ക് സാധിച്ചിട്ടില്ല. നേരം ആ ഒരു സിനാരിയോ മാറണം. ഇവിടെ നമ്മൾ മലയാളി സമൂഹം ഏകദേശം ഒരു 400,000 ഉണ്ടെന്നാണ് എസ്റ്റിമേറ്റഡ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. 400,000 മലയാളികൾ കാനഡയിലുണ്ട് ഉണ്ട്. അതും ആ സമൂഹം എല്ലാം വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാം വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. വി ആർ വൺ ഓഫ് ദ നമ്പർ 1 ഹെൽത്ത് കെയർ ഇമിഗ്രൻറ്റ് കമ്മ്യൂണിറ്റി ഇൻ കാനഡ. അതായത് കാനഡയിലെ ഈ ഇമിഗ്രൻസിൻ്റെ ഇടയ്ക്ക് ഏറ്റവും വലിയ നമ്പർ 1 ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. 100,000 മേലെ പ്രൊഫഷണൽസ് ഉള്ള ഒരു വലിയ സമൂഹം. പക്ഷേ നമ്മൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ലൈസൻസിങ്ങിൻ്റെ മാറ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിക്കോട്ടെ, അങ്ങനെ പല മേഖലകളിലും നമുക്ക് യാതൊരു വിധത്തിലുള്ള അച്ചീവ്മെൻറ്റ്സും ഈ ഒരു 60 കൊല്ലത്തിനിടയ്ക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. മാസ് മൈഗ്രേഷൻ തുടങ്ങിയിട്ട് ഒരു 15 കൊല്ലം അല്ലെങ്കിൽ ഒരു 17 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ അതിനു മുമ്പ് 60 കൊല്ലം ആയിട്ട് നമ്മുടെ ഇവിടെ ആൾക്കാരുണ്ട്. അന്നേരം വ്യക്തമായ വിഷനോടെ അടിസ്ഥാന വികസനത്തിനോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അന്നേരം നമുക്ക് വിദ്യാഭ്യാസം ഉള്ളവരാണ്. അന്നേരം നമ്മൾ സാമ്പത്തികമായിട്ട് ആ സമയത്ത് വളരെ മുന്നോക്കം നിന്നിരുന്നു. നമുക്ക് വീടുണ്ട്, വണ്ടിയുണ്ട്, നമ്മുടെ മക്കളെല്ലാം എഡ്യൂക്കേറ്റഡാണ്. പക്ഷേ ഈ ഒരു പുതിയ സിനാരിയോയിൽ വളരെ ഒരു അരക്ഷിതാവസ്ഥ കൂടെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള പല വ്യക്തികളും കടന്നു പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലിയൊക്കെ കിട്ടി, നമ്മൾ സെറ്റിലായി, വീട് വാങ്ങിച്ചു, അതിനുശേഷം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തു. പക്ഷേ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം നമ്മുടെ ആൾക്കാർ കൂടുതലും ചെയ്തത് വീട് വാങ്ങിക്കുക എന്നുള്ളൊരു സിനാരിയോയിലാണ് ചെയ്തത്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫൈനാൻസ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തില്ല. അന്നേരം കോവിഡിന് ശേഷം ഇപ്പോൾ ന്യൂ ഇമിഗ്രൻസ് ഇല്ല,
ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇല്ല, അതേപോലെ തന്നെ മോർഗേജ് റേറ്റ് ഹൈ ആയി, അതേപോലെ തന്നെ ഇൻഷുറൻസ്, ടാക്സ്, മെയിൻ്റനൻസ് ഇതൊക്കെ വന്നപ്പോഴത്തേനും ഈ വീടുകളൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നേരം എംപ്ലോയ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് പേ ചെക്ക് ടു പേ ചെക്ക് റൺ ചെയ്തിട്ട് പോലും ഹൗസ് ഹോൾഡ് എക്സ്പെൻസസോ അല്ലെങ്കിൽ ഡെയിലി ലിവിങ് എക്സ്പെൻസസോ മാനേജ് ചെയ്യാൻ പറ്റാതെ കുട്ടികളുടെയൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇപ്പം നാട്ടിൽ പോകുന്നതൊക്കെ നിർത്തി, ഹോളിഡേയ്സിന് പോകുന്നതൊക്കെ നിർത്തി വളരെ സ്ക്വീസ് ചെയ്ത് ജീവിക്കുന്ന ഒരു സിനാരിയോ ഇപ്പോൾ ഉള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വീട് വിൽക്കത്തില്ല, ഈ വീട് റീറ്റെയിൻ ചെയ്യണം. റീറ്റെയിൻ ചെയ്യാനായിട്ട് ഇപ്പം എന്താ പറയണ്ടേ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇല്ല, അല്ലെങ്കിൽ ന്യൂ ഇമിഗ്രൻസ് ഇല്ല, ഇത് വാടകയ്ക്ക് കൊടുക്കാൻ ആൾക്കാരില്ല. അന്നേരം ഈ വീടുകൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, നമ്മൾ ഇത്രയും വർഷം ജോലി ചെയ്ത് നമ്മളുണ്ടാക്കിയ അസറ്റ് എടുത്ത് മേടിച്ച ഈ വീടുകൾ മെയിൻറ്റെയിൻ ചെയ്യാതെ കൈവിട്ട് പോകുന്ന ഒരു സിനാരിയോയിലാണ്. അന്നേരം നമ്മുടെ അസോസിയേഷനുകളും അല്ലെങ്കിൽ ഒത്തിരിയധികം ലീഡർഷിപ്പ് ഓർഗനൈസേഷൻസും പ്രൊഫഷണൽ അസോസിയേഷൻസും ഒക്കെയുണ്ട്. നമ്മുടെ സമൂഹത്തിൽ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി വ്യക്തികളുണ്ട്, ഫാമിലികളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. അന്നേരം ഏത് വിധത്തിലാണ് നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കുന്നത്? നമുക്ക് രാഷ്ട്രീയത്തിൽ ഫെഡറൽ പൊളിറ്റിക്സിലായിക്കോട്ടെ, പ്രൊവിൻഷ്യൽ പൊളിറ്റിക്സിലായിക്കോട്ടെ, സിറ്റിയിലായിക്കോട്ടെ നമുക്ക് യാതൊരു വിധത്തിലുള്ള റെപ്രസെൻറ്റേഷനും ഇല്ല. അന്നേരം നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഇമിഗ്രേഷൻ അഫയേഴ്സ് ആയിക്കോട്ടെ, വർക്ക് പെർമിറ്റ് റിലേറ്റഡ് മാറ്റേഴ്സ് ആയിക്കോട്ടെ, ഒത്തിരി പേര് നോൺ സ്റ്റാറ്റസ് നിൽപ്പുണ്ട്. അവരുടെ ഒരു പേപ്പർ വർക്കുകൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ടുള്ള എബിലിറ്റി പോലും നമുക്കില്ല. അന്നേരം നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി ഒരുമിച്ച് വരേണ്ട ഒരു സിനാരിയോ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് വരാനായിട്ടുള്ള, നമ്മളിപ്പോൾ ഒരു അസോസിയേഷൻ ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് ഈഗോ ഇഷ്യൂ ആയി പുതിയൊരു അസോസിയേഷൻ ബിൽഡ് ചെയ്തു. അന്നേരം ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരണം. അവർക്ക് എന്താ പറയണ്ടേ, സ്ട്രെസ് റിലീസ് ചെയ്യാനും നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് അവരുടെ കലാപരമായിട്ടുള്ള കായികപരമായിട്ടുള്ള കഴിവുകളെയൊക്കെ എക്സിബിറ്റ് ചെയ്യാനുള്ള സ്റ്റേജും ഒക്കെ നമ്മൾ കൊടുക്കണം. അതേ സമയത്ത് ആ ഒരു ശൈലിയിൽ നിന്ന് മാറി നമ്മുടെ അടിസ്ഥാന വികസനത്തിനുള്ള ഒരു 1 ഇയർ വിഷന് പകരം ഒരു ലോങ്ങർ ടൈം വിഷൻ, നമുക്ക് എത്രത്തോളം കമ്മ്യൂണിറ്റി സെൻറ്ററുകളുണ്ട് കാനഡ വൈഡ് എടുത്തു കഴിഞ്ഞാൽ. ടൊറൻറ്റോ മലയാളി സമാജത്തിന് 2 സെൻറ്ററുകളുണ്ട്, ഹാമിൽട്ടൺ മലയാളി സമാജത്തിനൊരു സെൻറ്ററുണ്ട്, എഡ്മണ്ടണിൽ അവരൊരു വലിയ സമൂഹം ഒരു സെൻറ്ററുണ്ട്. അതുകൂടാതെ നമുക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റോ ഐഡൻറ്റിറ്റിയോ ഒന്നുമില്ല. അന്നേരം നമ്മൾ പറയാണ് നമ്മൾ മലയാളികളാണ്. അന്നേരം ആരാണ് നിങ്ങൾ, എന്താണ് എന്ന് നമ്മൾ ഈ കാനഡയിലെ സമൂഹത്തിനോ ബാക്കിയുള്ള ആൾക്കാർക്കോ നമ്മൾ അറിയത്തില്ല. പക്ഷേ ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ ടാക്സ് പെയറും ഏറ്റവും വലിയ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിയും സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ പോപ്പുലേഷനുള്ള ഒരു കമ്മ്യൂണിറ്റി, ഈ രാജ്യത്തെ നിയമങ്ങളനുസരിച്ച് ഇവിടുത്തെ സമൂഹത്തോട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ലോയലായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ. പക്ഷേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള, നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഒരു ഡെവലപ്മെൻറ്റ്സും കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അന്നേരം ലീഡർഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളെ സപ്പോർട്ട് ചെയ്യണം, ലീഡർഷിപ്പിൽ നിൽക്കുന്ന നല്ല ലീഡർഷിപ്പ് ബിൽഡ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് സെൻറ്റർ ഫോർ കനേഡിയൻ മലയാളി അഫയേഴ്സ് എന്നുള്ള ഒരു പ്രസ്ഥാനം തുടങ്ങിയത്. അന്നേരം ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ പുറകിൽ ഒത്തിരിയധികം വിഷണറി ആയിട്ടുള്ള വ്യക്തികളുണ്ട്. 3 ഒബ്ജക്റ്റീവുള്ളൂ. 1 സാമ്പത്തിക ഉന്നമനം, 2 സാമൂഹ്യ ഉന്നമനം, 3 ലീഡർഷിപ്പ് ബിൽഡ് ചെയ്യുക. ലീഡർഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് രാഷ്ട്രീയത്തിൽ മാത്രമൊന്നുമല്ല. അന്നേരം നമ്മൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ലീഡർഷിപ്പ് നമുക്ക് യൂസ്ഫുള്ളാണ്. കാരണം വെച്ചാൽ നമ്മുടെ ആൾക്കാർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലായിക്കോട്ടെ, പ്രസ്ഥാനങ്ങളായിക്കോട്ടെ ലീഡർഷിപ്പ് റോൾ എടുക്കില്ല. ഇത് അവർക്ക് അതിനോടൊരു പേടിയോ ഒക്കെയാണ്. അന്നേരം അതിൽ മാറി നിൽക്കരുത്. നമ്മുടെ സമൂഹത്തിലൊരു വ്യക്തിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ബിൽഡ് ചെയ്ത് കൊടുക്കാനായിട്ട്, ഒരു ലിവറേജ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലീഡർഷിപ്പിലുണ്ടെങ്കിലേ സാധിക്കുള്ളൂ. അന്നേരം നമ്മൾ ഭരിക്കുന്ന പാർട്ടിയായിട്ടും ലോബി ചെയ്യണം, അല്ലെങ്കിൽ അവരുമായിട്ട് വർക്ക് ചെയ്യണം. കാരണം ഭരിക്കുന്ന പാർട്ടിയായിട്ട് വർക്ക് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഡെവലപ്മെൻറ്റ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലാണെങ്കിലും നമ്മുടെ പ്രസൻസ് ഉണ്ടാകണം. എങ്കിലേ ആ ഏരിയകളിൽ വരുന്ന കാര്യങ്ങളെ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അന്നേരം കളക്റ്റീവ് ലോബിങ്ങിലേക്ക് പോകാനോ ഒരു സമൂഹമായിട്ട് മാറാനോ നമ്മുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ഉന്നമനത്തിന് നമ്മളത് പ്ലാൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് സെൻറ്റർ ഫോർ കനേഡിയൻ മലയാളി അഫയേഴ്സ്, അവർ മലയാളി ചേംബർ ഓഫ് കൊമേഴ്സും ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് കൗൺസിലും. അന്നേരം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്സ് ആണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ പുതുതായിട്ട് ബിസിനസ് തുടങ്ങാനായിട്ടുള്ള ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ്സസ് സ്കെയിൽ അപ്പ് ചെയ്യാനായിട്ടുള്ള ആ വ്യക്തികൾ, അവർക്ക് എന്തൊക്കെയാണ് ഫണ്ടിങ് ഫീസിബിലിറ്റി, പ്രൊജക്റ്റ് ഫീസിബിലിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ് ഫീസിബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്കൊരു നല്ലൊരു ടീമുണ്ട്. അതായത് ബിസിനസ്സിലും ഗവൺമെൻറ് അഫയേഴ്സിലും അതേപോലെ തന്നെ ചേംബർ ഓഫ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു നല്ല ബിസിനസ് കൺസൾട്ടന്റ്മാർ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അന്നേരം സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സോ പെർമനൻറ്റ് റെസിഡൻസോ ഇപ്പം ബിസിനസ്സുകാരോ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്കൊരാശയമുണ്ട്, അത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണം. അന്നേരം
നമ്മുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് കൗൺസിലിൽ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തികൾ നിങ്ങളെ ഗൈഡ് ചെയ്യും. അന്നേരം നിങ്ങളുടെ ഒരു ആശയം വേറൊരാൾ എടുത്തുകൊണ്ട് പോയി അവരതിനെ പ്രൊജക്റ്റാക്കി മാറ്റുന്നതിന് പകരം ഒരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് അത് നമ്മൾ സൈൻ ചെയ്യും. അന്നേരം നിങ്ങൾക്കൊരാശയമുണ്ട്, അത് എന്നോട് പറയുന്നതിന് മുന്നേ ഞാൻ അത് സൈൻ ചെയ്യും. അന്നേരം നിങ്ങളുടെ ആശയം നിങ്ങളുടെ ആശയമായിരിക്കും. അതൊരിക്കലും വേറൊരാൾക്ക് കോപ്പി ചെയ്തുകൊണ്ട് പോയി എടുത്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആശയം എന്നോട് പറയുന്നതിന് മുന്നേ ഞാൻ ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത ശേഷമാണ് ഈ കൺസൾട്ടൻറ്റുമാർ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആവുക. അന്നേരം അവർക്ക് പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാനും കൂടാതെ ഈ സമൂഹത്തിൽ ഒത്തിരിയധികം ആൾക്കാരടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളൊക്കെ ഉണ്ട്. അന്നേരം ആ ഇൻവെസ്റ്റർമാരെ കണക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയൊക്കെയാണ് ഫണ്ടിങ് അവൈലബിൾ ഉള്ളത്, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഒരു നിങ്ങൾ സ്റ്റുഡൻ്റ് ആകാം, ആ സ്റ്റുഡൻറ്റിന് ഒരു ആശയമുണ്ട്. അന്നേരം ഒൻറ്റാരിയോ പ്രൊവിൻസിൽ ഒത്തിരിയധികം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഒൻറ്റാരിയോ വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രൊവിൻസുകളുണ്ട്. അന്നേരം ബ്രിട്ടീഷ് കൊളംബിയ, ആൽബർട്ട, പ്രിൻസ് എഡ്വേർഡ്, നോവാസ്കോഷ്യ അല്ല യൂക്കോൺ ടെറിട്ടറീസ്, അങ്ങനെ ആ മേഖലകളിലൊക്കെ ഓപ്പർച്യൂണിറ്റി ലിമിറ്റഡ് ആണ്. അന്നേരം അവർക്കൊരാശയമുണ്ട്, നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം. അതൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ സെക്കൻഡ് ജനറേഷൻ ഇവിടുത്തെ സിസ്റ്റത്തിൽ പഠിച്ചു വളർന്നിട്ടുള്ള ഒരു യൂത്ത് ആണെങ്കിലും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നോക്കുന്ന രണ്ടാമത്തെ ഒരു സിനാരിയോ ഒബ്ജക്റ്റീവാണ് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്. അന്നേരം നമ്മൾ യൂത്ത് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് 18 മുതൽ 28 വരെയുള്ള യൂത്തിന്, അത് നമ്മുടെ മലയാളി യൂത്ത് ഫോക്കസ്ഡ് ആണ്. പക്ഷേ കനേഡിയൻ സൊസൈറ്റിയിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും അത് ജോയിൻ ചെയ്യാം. നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തികൾ നമ്മൾ സിസ്റ്റമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. അന്നേരം ബാക്കിയുള്ള സമൂഹമായിട്ട് വർക്ക് ചെയ്യണം. അന്നേരം നമ്മൾ ആ ലീഡർഷിപ്പ് ബിൽഡിങ് ഒരു വലിയ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അന്നേരം കാനഡ വൈഡ് നമ്മൾ ലീഡർഷിപ്പ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. യങ് ലീഡേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം. അന്നേരം ആ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ ലോഞ്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ യങ് ലീഡർഷിപ്പ് നെറ്റ്വർക്കും നമ്മൾ അല്ലെങ്കിൽ ആ ലീഡർഷിപ്പ് ക്യാമ്പയിനും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അന്നേരം കാനഡയിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ഇതിൻ്റെ ഭാഗമാകാം. അതായത് നമ്മളത് കറക്റ്റായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളവരെ മെൻറ്റർഷിപ്പ് ചെയ്യും. അതേപോലെ തന്നെ ബാക്കി ഏതൊക്കെ മേഖലകളിലാണോ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ആ മേഖലകളിലുള്ള വ്യക്തികളുമായിട്ട് എക്സ്പെർട്ടീസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. അന്നേരം നമുക്കവരെ മെയിൻ സ്ട്രീം ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മുടെ സെക്കൻഡ് ജനറേഷനെ ലീഡർഷിപ്പ് ബിൽഡ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. അന്നേരം നമ്മൾ ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സമൂഹമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ ഇൻഫ്ലുവൻസ് വരണമെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ എല്ലാ മേഖലകളിലും നമുക്ക് നല്ല ലീഡേഴ്സ് വേണം, റെപ്രസെൻറ്റേഷൻ വേണം. അന്നേരം അവർക്ക് പൊളിറ്റിക്കലി ഏത് പാർട്ടിയിലും വേണമെങ്കിൽ പോയി ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങളോ സപ്പോർട്ടുകളോ ലിങ്കേജസോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതൊരു വ്യക്തി നോക്കിയാൽ, ഇപ്പോൾ ഞാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല. അന്നേരം നമ്മളൊരു സമൂഹമായി വന്ന് കളക്റ്റീവായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് മാത്രമേ സാധിക്കുള്ളൂ. അന്നേരം നമ്മൾ ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യണം. എങ്കിലേ സാമ്പത്തികമുണ്ടെങ്കിലേ നമ്മൾ രാഷ്ട്രീയത്തിലേക്കൊക്കെ നമുക്ക് ലോബിങ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാനോ അവിടെ സാധിക്കുള്ളൂ. അന്നേരം സാമ്പത്തികം എന്നുള്ളതാണ് അടിസ്ഥാനം. അന്നേരം അതേപോലെ നല്ല ലീഡേഴ്സ്, വിഷനുള്ള ലീഡേഴ്സ്, അന്നേരം ഒരു ചെറിയൊരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് വന്നിട്ട് പോകുന്ന വ്യക്തികളല്ല. ഒരു സമൂഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, നോളജ് ഉണ്ടായിരിക്കണം, റിസോഴ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുമായിട്ട് വർക്ക് ചെയ്യണം. ലോങ്ങർ ടൈം വിഷനിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെറിയൊരു ലാഭത്തിന് വേണ്ടി നേടിയെടുക്കുന്ന വ്യക്തികളായിരിക്കരുത്. അവർക്ക് പാഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അവർക്കും വിഷൻ ഉണ്ടായിരിക്കണം. അന്നേരം ഈ ഒരു യങ് ജനറേഷനെ നമ്മൾ ആ യൂത്ത് ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ നമ്മൾ ആ ഒരു വിഷൻ എന്താണ് നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കാനഡയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കൺട്രി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അന്നേരം ആ കനേഡിയൻ വാല്യൂ എങ്ങനെയാണ് നമുക്ക് എംബ്രേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, നമുക്ക് എങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറാനായിട്ട് സാധിക്കും. കൂടാതെ ഈ യങ് ലീഡർഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഇവരെ ഒരു ഓൺട്രപ്രണറാക്കി മാറ്റുക അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററാക്കി മാറ്റുക എന്നുള്ള ഒരു ഒബ്ജക്റ്റും കൂടെ അതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ബിസിനസ് ഡെവലപ്മെൻറ്റും ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിക്ക് ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് ആ ഒരു പാത്ത് വേ ആണ് മൂവിങ് ഫോർവേഡ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചെയ്യേണ്ടത്. അന്നേരം നമ്മൾ സാമ്പത്തികമായിട്ട് ഉന്നമനം കൊണ്ടുവരണം, നല്ല ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യണം. ആ യങ് ലീഡേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ശബ്ദമായി മാറണം. അന്നേരം നൂറുകണക്കിന് ആൾക്കാരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അന്നേരം ഇതിൽ ആർക്ക് വേണമെങ്കിലും സൈനപ്പ് ചെയ്യാം. അന്നേരം സെൻറ്റർ ഫോർ കനേഡിയൻ മലയാളി അഫയേഴ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം. അതിൽ പൈസ മുടക്കൊന്നുമില്ല. ഈ വരുന്ന വ്യക്തികൾക്ക് യാതൊരു പൈസ മുടക്കുമില്ല. ലീഡർഷിപ്പിലേക്ക് വരാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക്, യങ്സ്റ്റേഴ്സിന്, യൂത്തിന്. അന്നേരം എവിടെയൊക്കെ അവർക്കൊരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള
കാര്യങ്ങൾ നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കും. അന്നേരം ഒരു എംപ്ലോയി ആയിട്ട് അടുത്ത ജനറേഷൻ മാറുന്നതിന് പകരം ഒരു ലീഡറായിട്ടും ഒരു ഇൻവെസ്റ്ററായിട്ടും ഓൺട്രപ്രണറായിട്ടും ആ ഒരു വ്യക്തിയെ ട്രാൻസ്ഫോം ചെയ്തെടുക്കുക എന്നുള്ളതാണ് വിഷൻ. അന്നേരം അത് കൂടുതൽ അന്നേരം നമുക്ക് സാമ്പത്തിക ഉന്നമനം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അന്നേരം നല്ല ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റൽ നീഡ്സ്, അതിപ്പം ലൈസൻസിങ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്ടർമാരുടെ ആകാം, നഴ്സുമാരുടെ ആകാം, അല്ലെങ്കിൽ ബാക്കിയുള്ള അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ ആകാം, ഇവരുടെ ലൈസൻസിങ്ങുമായിട്ടുള്ള മാറ്റേഴ്സ്, ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒത്തിരിയധികം ആൾക്കാർ കാനഡയിലേക്ക് വരുന്നുണ്ട്. നമുക്ക് അവിടെ ഒരു VFS ഓഫീസില്ല, നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കണക്ടിവിറ്റി ഇല്ല. അതൊക്കെ ഡിഫിക്കൽട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ കനേഡിയൻ സമൂഹത്തിൽ അത്ര വിസിബിൾ അല്ല, നമുക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ല, നമ്മൾ കളക്റ്റീവ് അല്ല, അന്നേരം നമ്മളതിനെക്കുറിച്ച് ലോബി ചെയ്തിട്ടില്ല, നമ്മുടെ എഫേർട്സുകളൊന്നും ഇതുവരെ അച്ചീവ് ചെയ്തിട്ടില്ല. അന്നേരം നമ്മളതിനു വേണ്ടി കളക്റ്റീവായിട്ട് ട്രൈ ചെയ്യണം. അന്നേരം നമ്മളതിനു വേണ്ടിയിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ സിസ്റ്റത്തിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അന്നേരം ഇത് ഒരു വിധത്തിലും ഹയർ എൻഡിൽ നിന്നിട്ട് ഒരു മീഡിയയിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങി പ്രവർത്തിച്ച് കമ്മ്യൂണിറ്റിനോട് സംവാദിച്ച് കമ്മ്യൂണിറ്റിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വിഷൻ ഇതായിരിക്കണം. അന്നേരം കൂടാതെ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ സിനാരിയോയിൽ നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ മുന്നോക്കം നിന്ന വ്യക്തികളായിരുന്നു കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങൾക്ക് മുന്നേ. ജോലിയുണ്ട്, അതേപോലെ തന്നെ സമ്പത്തുണ്ട്, വീടുകളുണ്ട്, വണ്ടിയുണ്ട്. പക്ഷെ ഇന്ന് അതല്ല സിനാരിയോ. അന്നേരം നമ്മൾ സാമ്പത്തിക ശീലം അല്ലെങ്കിൽ നമ്മൾ മലയാളിയെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള വ്യക്തികളെ സമ്പാദ്യശീലം പഠിപ്പിക്കണം. അന്നേരം ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ വളരെ ടൈറ്റായിട്ടാണ് ഇപ്പം പോകുന്നത്, പേച്ചക്ക് ടു പേച്ചക്കാണ് പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഫെയിലിയർ ആയതുകൊണ്ടാണ്. അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ കുറവല്ല, അത് ആ ഒരു ഗവൺമെൻറ് എങ്ങനെയാണോ ചില പോളിസികളെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്, കൂടാതെ കോവിഡിന് ശേഷമുള്ള സിനാരിയോകൾ, ആ ഒരു സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും അതിൻ്റെ പുറകിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിലുള്ള ഒരു മിസ്റ്റേക്ക് മാത്രമല്ല. അന്നേരം നമ്മളിനി കൂടുതൽ ആഴത്തിൽ ചിന്തിക്കണം. നമ്മുടെ അസറ്റ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫൈനാൻസിനെ ഡൈവേഴ്സിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് തുടങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കളക്റ്റീവായിട്ട് വന്ന് നമ്മൾ ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യണം. അന്നേരം അങ്ങനെ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞാലേ നമുക്ക് ഇനിയിപ്പം മുന്നോട്ട് നിലനിൽപ്പുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്ത് ടാക്സ് പെയറായിട്ട് നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ഇപ്പോൾ ഉള്ള ലയബിലിറ്റീസൊക്കെ ഓവർകം ചെയ്ത് വരുമ്പോഴത്തേനും നമ്മൾ ടയേർഡാവും, അല്ലെങ്കിൽ നമ്മൾ യാതൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ലാതെ ആൾക്കാരായിട്ട് മാറും. അതല്ല നമുക്ക് വേണ്ടത്. നമ്മൾ വിദ്യാഭ്യാസമുണ്ട്, അതേപോലെ തന്നെ നമുക്ക് എല്ലാ നെറ്റ്വർക്കുകളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അന്നേരം അതിനെ നമ്മൾ കളക്റ്റീവായിട്ട് നമ്മൾ മുന്നോട്ടെടുക്കണം. എനിക്കൊരു വ്യക്തിപരമായ നേട്ടത്തിനാണെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ സർവീസുകളോ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ഇനീഷ്യേറ്റീവ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അന്നേരം എനിക്കുള്ള ഫിനാൻസ് എടുക്കുക, ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുക, ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള റവന്യൂ എടുക്കുക, ഈ ഒരു വ്യക്തിപര നേട്ടത്തിന് വേണ്ടി ട്രൈ ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണം എന്നുള്ള പാഷനുള്ള അല്ലെങ്കിൽ സോഷ്യൽ സർവീസിൽ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികൾ, നമ്മൾ സമൂഹത്തിൽ പലതരത്തിലുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അന്നേരം അങ്ങനെ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി നിന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയത് അടിസ്ഥാനപരമായിട്ട് നമ്മളൊന്നുമല്ല. അന്നേരം അടിസ്ഥാനപരമായിട്ട് നമ്മളൊന്നുമല്ല എന്നുണ്ടെങ്കിൽ അത് പ്രധാന കാരണം നമുക്ക് യൂണിറ്റ് ഇല്ലാത്തതാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തതോ സമ്പത്തില്ലാത്തതോ ഒന്നുമല്ല. അന്നേരം നമ്മൾ കളക്റ്റീവായിട്ട് വരണം. അന്നേരം നമ്മൾ ലീഡർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യണം, നമ്മൾ ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യണം, ഒരു വലിയ സാമ്പത്തിക സാമൂഹ്യ ശക്തിയായിട്ട് നമ്മൾ മാറണം, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടണം. അന്നേരം അതിനുള്ള കാര്യങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ ചെയ്യണം. നമ്മൾ കമ്മ്യൂണിറ്റിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ബിസിനസ്സിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു റവന്യൂ. അന്നേരം അത് എപ്പോഴും നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് തരും, നമ്മൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ബിൽഡ് ചെയ്യും. ഉറപ്പായിട്ടും ചേട്ടൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഒരു നല്ല നന്മയുള്ളൊരു വിഷനാണ്. അത് ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യട്ടെ. ഒത്തിരി ആൾക്കാർ സപ്പോർട്ടുമായിട്ട് വരണം, ഉറപ്പായിട്ടും വരണം. കാരണം നമ്മൾ കളക്റ്റീവായിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. അതെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പോൾ ചേട്ടൻ്റെ ടൈം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് ചേട്ടൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് പങ്കുവച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ചേട്ടനോട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു നവ്യ. ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ നന്നായിരുന്നു. നേരം
നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് മീഡിയയ്ക്കും അതേപോലെ തന്നെ സമൂഹത്തിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അന്നേരം ഈ ഒരു അവസരം ഒരുക്കി തന്ന BSC മലയാളം TVക്കും അജീഷിനും ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. Looking for your next ride? At James Auto Group, we've got over 1,000 plus cars in stock. Brand new and quality pre-owned vehicles for every budget. Choose from Oakville Mitsubishi, Stratford Nissan, Stratford Kia, Mississauga Chrysler, the London Used Car Superstore, and the Mississauga Used Car Superstore. Your dream car is waiting. SUVs, sedans, trucks, and sports cars. Whatever you're after, James Auto Group brings you the selection, value, and service you can trust. Why wait? Drive your dream today with James Auto Group, where your journey begins. Visit us online at jamesauto.ca